നമ്മൾ ഇനി ഒരു യാത്ര ആണ്. ഒരു നീലഗിരിയിലെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് മഞ്ഞ് പുതച്ച് മനോഹരിയായി നീലഗിരിയും പരിസര പ്രദേശങ്ങളുമുണ്ട്. താപനില 0 ഡിഗ്രിയിലേക്ക് താഴ്ന്നതോടെ അതിശൈത്യത്തിൽ വിറങ്ങലിച്ചിരിക്കുക കൂടിയാണ് ഈ മേഖല. കാശ്മീരിലടക്കം മഞ്ഞുവീഴ്ച വൈകിയ സാഹചര്യത്തിൽ മലയാളികളടക്കമുള്ള ദക്ഷിണേന്ത്യൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് നീലഗിരിയും പരിസര പ്രദേശങ്ങളും. എന്നാൽ ഈ മഞ്ഞ് കൃഷിയെയും ജനജീവിതത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. വിനയ് ഉണ്ണി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിനയ്. വളരെ ശൈത്യം ഈ പറഞ്ഞതുപോലെ സഞ്ചാരികൾക്ക് ഗുണകരമാണെങ്കിലും അവിടെ കൃഷി ചെയ്ത് അവിടെ തന്നെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? മോത്തി ഗുഡ് മോർണിംഗ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ 73 ഇറങ്ങിയ ഒരു ചലച്ചിത്രമുണ്ട്, പണിതീരാത്ത വീട്. പ്രേം നസീറാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിലൊരു ഗാനമാണ് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ആ ഗാനത്തിലൊരു വരിയുണ്ട്, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. അങ്ങനെയാണ് വയലാർ ആ നീലഗിരിയുടെ മനോഹാരിതയെ വർണ്ണിച്ചിരിക്കുന്നത്. MS വിശ്വനാഥിന് സംഗീതം പകർന്ന ആ ഗാനത്തിന് P ജയേന്ദ്രനാണ് അത് പാടിയിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് വയലാർ എങ്ങനെയാണോ വിവരിച്ചിരിക്കുന്നത് അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നീലഗിരി. അത്രയും തണുത്തുറഞ്ഞ് താപനില എല്ലാം 0 ഡിഗ്രിയിലേക്ക് താഴ്ന്ന് മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയിലേക്ക് നീലഗിരി നീങ്ങുകയാണ്. അതിശൈത്യത്തിൻ്റെ വക്കിലേക്കാണ് നീലഗിരി നീങ്ങുന്നത്. മുൻ വർഷങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ 0 ഡിഗ്രിയിലേക്കൊക്കെ താഴ്ന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, മഞ്ഞ് മൂടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഊട്ടിയുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലാണ് ഈ അതിശൈത്യത്തിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. എന്തായാലും അതിശൈത്യം സഞ്ചാരികളെ മാടി വിളിക്കുന്നുണ്ട് നീലഗിരിയിലേക്ക്. നമ്മളെപ്പോലുള്ള മലയാളികൾക്കൊക്കെ എന്നും ഒരു വൈബ് സ്പോട്ടാണ് ഈ പറയുന്ന നീലഗിരിയും ഊട്ടിയായാലും മറ്റ് പരിസര പ്രദേശങ്ങളായാലും. നേരത്തെ മസനഗുഡ് വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ വൈറലായ സംഗതി ഉണ്ടായിരുന്നു. എന്തായാലും ഊട്ടി ഇപ്പോൾ നീലഗിരിയൊക്കെ നമ്മളെ മാടി വിളിക്കുകയാണ്, ദക്ഷിണേന്ത്യൻ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. പക്ഷെ അതേസമയം അതിശൈത്യം അവിടുത്തെ ജനങ്ങളെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശൈത്യകാലം എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ ഏറ്റവും പിടിപെടുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി ഭീഷണി, അതായത് കുറേയൊക്കെ പനി പിടിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ നീങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനജീവിതവും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സഞ്ചാരികൾ എത്തുന്നതോടുകൂടി അവിടുത്തെ ടൂറിസം മേഖല ഉണരുന്നു, കച്ചവടം വർദ്ധിക്കുന്നു. എന്തായാലും ആ രീതിയിലേക്ക് കൂടി നീലഗിരി മാറുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസമൊക്കെ ശൈത്യത്തിൻ്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയമാണ് നീലഗിരിയെ സംബന്ധിച്ചിടത്തോളം, ഊട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു സീസൺ. ആ ഒരു അതിശൈത്യത്തിലേക്ക് നീങ്ങുകയാണ്. ജമ്മു കാശ്മീരിൽ പോകുന്നവരുണ്ട്. എന്തായാലും നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ കിടക്കുന്ന ഈ ഒരു പ്രദേശം നമുക്ക് അത്ര വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഒന്നും കൂടി നമുക്ക് സന്ദർശിക്കാം. നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ കുളിരണിയിക്കുന്ന, നേരത്തെ വയലാർ ഒക്കെ ഉദ്ദേശിച്ച പോലെ ആ തരത്തിലേക്കൊക്കെ നീലഗിരി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി.